Selection. Selection is the process of choosing the most suitable person from all the applicants. Selection process starts immediately after recruitment. And recruitment is the process of inviting applicants from the probable candidates, but selection is the process of elimination. അപ്പോൾ സെലക്ഷൻ ഇൻവോൾവ് ചെയ്യുന്നത് എന്താ? ടോട്ടൽ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിൽ നിന്ന് നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിനെ പിക്ക് ചെയ്യുക അല്ലേ. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ടു ദ ഡെഫിനിഷൻ. In the words of Dale Yoder, selection is the process in which candidates for employment are divided into two classes, those who are not to be offered employment and those who are not. സോ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ് അല്ലേ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവർ പ്രിപ്പയർ ചെയ്യുന്ന നോംസിനെയും പ്രൊസീജിയറിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് മെനി സ്റ്റെപ്സ്. The candidates are screened for choosing the most suitable person for the vacant post. നമുക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്റ്റെപ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ വി ക്യാൻ മൂവ് ത്രൂ ദ different steps used for selecting the candidates. There are 11 steps. They are receipt and scrutiny of application, preliminary interview, blank application form, test, interviews, checking references, approval of the supervisor, medical examination, final selection, placement, and last intention and orientation. സോ നമ്മളൊരു സെലക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ ഓർഗനൈസേഷനിൽ എന്തൊക്കെ സ്റ്റെപ്സുകളാണ് ഫോളോ ചെയ്യുന്നതെന്ന്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് റെസിപ്റ്റ് ആൻഡ് സ്ക്രൂട്ടനി ഓഫ് ആപ്ലിക്കേഷൻ. ഇപ്പോൾ സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ഇഫ് ദർ ആർ വേക്കൻസീസ് ഇറ്റ് വിൽ ബി നോട്ടിഫൈഡ് ഇൻ ജേർണൽസ്, മാഗസീൻസ്, ന്യൂസ് പേപ്പർ. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഓർഗനൈസേഷനിലേക്ക് റിസീവ് ചെയ്യാൻ പറ്റും അല്ലേ. കുറേ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ ഒരു പർട്ടിക്കുലർ ഡേറ്റ് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ നോട്ട് ചെയ്ത പ്രിസ്ക്രൈബ്ഡ് ഡേറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ആ പ്രിസ്ക്രൈബ്ഡ് ഡേറ്റിന് ശേഷം the personnel department or HR department makes a detailed scrutiny. They primarily reject the applications of those applicants who do not possess the required qualification. അപ്പോൾ നമ്മൾ ഓർഗനൈസേഷനിലേക്ക് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റിനുള്ളിലായിരിക്കും എല്ലാവരും റെസ്യൂംസ് എല്ലാം സെൻഡ് ചെയ്യുക. ആ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ HR മാനേജറിനല്ല HR അസിസ്റ്റൻ്റ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വാളിഫിക്കേഷന് യോഗ്യമല്ലാത്തത് നമ്മൾ അപ്പം തന്നെ എലിമിനേറ്റ് ചെയ്യും. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രിലിമിനറി ഇൻ്റർവ്യൂ. സോ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിലിമിനറി ഇൻ്റർവ്യൂ, അതായത് ഒരു ബേസിക് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാം. അപ്പോൾ ഇത് നോർമലി കണ്ടക്ട് ചെയ്യുക HR അസിസ്റ്റൻറ്റോ അതല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റോ അതല്ലെങ്കിൽ സെക്രട്ടറിയോ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ആരാണ് അവരായിരിക്കും പ്രിലിമിനറി ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുക. സോ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് മെയിൻലി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സിൻ്റെ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ഏജ്, പിന്നെ അവരുടെ അപ്പിയറൻസ് എങ്ങനെയാണ്, പേഴ്സണാലിറ്റി, അതെല്ലാം അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കാൻഡിഡേറ്റ്സിന് കമ്പനീനെ കുറിച്ചിട്ട് എങ്ങനെയാണ്, എന്തൊക്കെയാണ് കമ്പനി, അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ്, വർക്കിങ്സ്, അതെല്ലാതും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രിലിമിനറി ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. സോ ആഫ്റ്റർ കണ്ടക്ടിങ് ദ പ്രിലിമിനറി ഇൻ്റർവ്യൂ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന പേഴ്സൺസിന് നമ്മളൊരു ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കും. ദാറ്റ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ്, ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം. ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ആ ആപ്ലിക്കൻറ്റിൻ്റെ അടുത്ത് അവരുടെ ഓൺ ഹാൻഡ് റൈറ്റിങ്ങിൽ ചിലപ്പോൾ പ്രിൻറ്റഡ് ആയിരിക്കാം, ആ ഇൻഡിവിജ്വൽസിൻ്റെ അടുത്ത് അവരുടെ ബയോഡാറ്റ ഫില്ല് ചെയ്യാൻ പറയും. സോ അതിൽ ഇപ്പോൾ ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോമിൽ പ്രിൻറ്റഡ് ഫോമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ബയോഡാറ്റ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, എക്സ്പെക്റ്റഡ് സാലറി, ദെൻ റെഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ
ഓർഗനൈസേഷനിൽ ജോബിന് പോകുമ്പോൾ നമ്മൾക്ക് കമ്പനിക്ക് എൻക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാൻഡിഡേറ്റിനെ കുറിച്ചിട്ട് കൂടുതൽ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ റെഫറൻസ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഫോമിൽ കാൻഡിഡേറ്റ്സിനെ കൊണ്ട് ഈ ഇൻഫോർമേഷൻസ് എല്ലാം ഫിൽ ചെയ്യിപ്പിക്കും. ആഫ്റ്റർ ദാറ്റ് ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ഈസ് ടെസ്റ്റ്. പ്രിലിമിനറി ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തു, നമ്മൾ ഇനി ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, വി വാണ്ട് ടു എക്സാമിൻ ദ സ്യൂട്ടബിലിറ്റി ഓഫ് കാൻഡിഡേറ്റ് ഫോർ ദ ജോബ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദ മാനേജ്മെൻറ്റ് വാണ്ട് ടു നോ ദ കേപ്പബിലിറ്റീസ് ആൻഡ് നോളേജ് ആൻഡ് പാറ്റേൺ ഓഫ് ഇൻട്രസ്റ്റ്, സ്കിൽ, ആപ്റ്റിറ്റ്യൂഡ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഇൻ ദ ടേംസ് ഓഫ് ജോബ് സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ബേസിസിനെ ബേസ് ചെയ്ത് അവരുടെ ബിഹേവിയറൽ പെർഫോമൻസും ആറ്റിറ്റ്യൂഡും എല്ലാം അനലൈസ് ചെയ്യാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ടെസ്റ്റ് പ്രോപ്പർലി ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടെസ്റ്റുകളായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദ ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ആർ ഇൻ്റലിജൻറ്റ് ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് ഏത് ടെസ്റ്റുകൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാലും ഈ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ടെസ്റ്റുകൾ എന്തിനാണ് മെയിൻലി കണ്ടക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെലക്ഷൻ കുറച്ചും കൂടി വിത്തൗട്ട് എനി ബയാസ്, അതായത് ബയാസ് റെഡ്യൂസ് ചെയ്ത് നമുക്ക് അപ്ലിക്കൻസിനെ സെലക്ട് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ മൂവ് ടു ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ്. The first one is intelligence test. So intelligent test means it measures the overall intellectual activities of an individual. ഇവിടെ കാൻഡിഡേറ്റ്സിൻ്റെ മെൻ്റൽ പവറിനെയാണ് നമ്മൾ കൂടുതലും അനലൈസ് ചെയ്യുന്നത്. ഹൗ ദേ ആർ അണ്ടർസ്റ്റാൻഡിങ്, ഗ്രാസ്പ്, അപ്രീഷിയേറ്റ്, ദെൻ എബിലിറ്റി ടു ജഡ്ജ് ആൻഡ് മേക്ക് ഡിസിഷൻസ്. അപ്പോൾ അത് വെർബലായിരിക്കാം, അതല്ലെങ്കിൽ നോൺ വെർബൽ ഇൻ്റലിജൻറ്റ് ടെസ്റ്റുകളായിരിക്കും. സോ സൈക്കോളജിസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ജോബ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സൈക്കോളജിസ്റ്റുകൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ ഇൻ്റലിജൻസ് ടെസ്റ്റിലൂടെ നമുക്ക് ഓരോ പേഴ്സൻ്റെ IQ, EQ ആൻഡ് SQ എല്ലാം അനലൈസ് ചെയ്യാൻ പറ്റും. IQ മീൻസ് ഇൻ്റലിജൻസ് കോഷ്യൻറ്റ് ആൻഡ് EQ മീൻസ് ഇമോഷണൽ കോഷ്യൻറ്റ് ആൻഡ് SQ means spiritual quotient. And the next one is trade test. Trade test means it is mainly conducting to know the knowledge and skill of the trade. Then next one is aptitude test. Aptitude test means to measure the aptitude and their capacity to learn skills required for a particular job. അപ്പോൾ ഒരു ആപ്ലിക്കൻറ്റിൻ്റെ കപ്പാസിറ്റിയും അവരുടെ പൊട്ടൻഷ്യാലിറ്റിയും അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. And the fourth one is interest test. Interest test means to know the field of interest of the employees. ഇവിടെ കാൻഡിഡേറ്റ്സിൻ്റെ ഇൻട്രസ്റ്റ്, അവരുടെ ഇൻട്രസ്റ്റ് പാറ്റേൺസ് എന്തൊക്കെയാണ് എന്നുള്ളത് ചെക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. ആ പേഴ്സണ് ഈ ജോബ് ഇൻട്രസ്റ്റഡ് ആയിട്ട് തന്നെയാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. And the next one is personality test. Personality test means there will be given a questionnaire to the applicants. It contains various questions on behavioral aspects and personality of an individual. അപ്പോൾ അത് സൈക്കോളജിസ്റ്റൊക്കെ ആയിരിക്കും കണ്ടക്ട് ചെയ്യേണ്ടതായിരിക്കും, അവരുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യാം. അതിന് സർട്ടൻ ക്രൈറ്റീരിയാസ് എല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാം. സോ after conducting the test, then we'll move to the next step, that is interview. സോ ഹിയർ ഇൻ്റർവ്യൂവിലാണ് നമ്മൾക്ക് ഒരു കാൻഡിഡേറ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ, അവരുടെ ജോബിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം നമുക്ക് അനലൈസ് ചെയ്യാൻ കിട്ടുന്നത്. സോ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ powerful exchange of ideas and answering of questions and communicating between two or more persons. But management want to know the candidate's personality, manners, alertness, general traits, appreciation of situation, presence of mind. അപ്പോൾ ഫോർ ദിസ് പർപ്പസ് ഇൻ്റർവ്യൂസ് കണ്ടക്റ്റഡ്. ഇപ്പോൾ ഇൻ്റർവ്യൂവിലൂടെയാണ് നമുക്ക് എംപ്ലോയറും അപ്ലിക്കൻസും തമ്മിലുള്ളൊരു
ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എൻ ഓറൽ അല്ലെങ്കിൽ ഒബ്സർവേഷണൽ ആയിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ അപ്രൈസൽ ആയിരിക്കാം, ഓർ ഏതെങ്കിലും പേഴ്സണൽ അപ്രൈസൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻ്റർവ്യൂസ് ഉണ്ട്. ഫോർമൽ ഇൻ്റർവ്യൂ, ഇൻഫോർമൽ ഇൻ്റർവ്യൂ, പാറ്റേൺഡ് ഇൻ്റർവ്യൂ, നോൺ ഡയറക്റ്റ് ഇൻ്റർവ്യൂ, ഡെപ്ത് ഇൻ്റർവ്യൂ എന്നൊക്കെ. അപ്പോൾ ഓരോ മാനേജ്മെൻറ്റും ജോബിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. And the next step is checking references. സോ ഇൻ്റർവ്യൂ എല്ലാം കണ്ടക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ റെഫറൻസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, കാൻഡിഡേറ്റ്സ് റെഫറൻസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ എംപ്ലോയർ എൻക്വയർ ചെയ്യുന്നത് ആ കാൻഡിഡേറ്റിനെ ബേസ് ചെയ്തിട്ട്, ആ കാൻഡിഡേറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, സ്കിൽ, എക്സ്പീരിയൻസ്, ക്യാരക്ടർ, എബിലിറ്റി, സ്യൂട്ടബിലിറ്റി, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് റെഫർ ചെയ്യാം. റെഫർ ചെയ്തതിന് ശേഷം he will give the approval of supervisor. അപ്പോൾ സൂപ്പർവൈസർക്ക് സെൻഡ് ചെയ്യും. ഈ പേഴ്സൻ്റെ നെയിം, ഡീറ്റെയിൽസ് എല്ലാതും സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർവൈസർക്ക് സെൻഡ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. സോ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് required to go for the medical examination. Then he will be examined by a doctor to check whether he is മെഡിക്കലി ഫിറ്റ്. അപ്പോൾ ആ മെഡിക്കൽ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുക്കുക. അപ്പോയിൻമെൻറ്റ് ഓർഡർ മീൻസ് ഫൈനൽ സെലക്ഷൻ. അപ്പോൾ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഓൾ ദ ഫോർമാലിറ്റീസ് ദ സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സ് ആർ ഗിവൻ അപ്പോയിൻമെൻറ്റ് ഓർഡർ. അപ്പോൾ ഏത് ഡേറ്റിലാണ് ഹി ഷുഡ് ജോയിൻ ഇൻ ദ ഓർഗനൈസേഷൻ അതെല്ലാതും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ after that it comes placement. The 10th step is placement. Placement എന്ന് പറഞ്ഞാൽ when the candidate is selected and appointed, he is posted to a particular position for which he is selected. നമ്മൾക്ക് അപ്പോയിൻ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പൊസിഷൻ ഫിൽ ചെയ്തു എന്നാണ് അല്ലേ ഓർഗനൈസേഷനിൽ. അപ്പോൾ ആ ഇൻഡിവിജ്വലിനെ നമ്മൾ ആ ഓർഗനൈസേഷനിലേക്ക് പ്ലേസ് ചെയ്യണം. അപ്പോൾ പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിറ്റർമിനേഷൻ ഓഫ് ജോബ് to which an accepted candidate is to be assigned to that job. ഇപ്പോൾ പ്ലേസ്മെൻറ്റ് നമ്മൾക്ക് പ്ലേസ്മെൻറ്റിലൂടെ അനലൈസ് ചെയ്യാൻ പറ്റും ആ പേഴ്സൺ എങ്ങനെയാണെന്ന്. ആഫ്റ്റർ ദാറ്റ് പ്ലേസ്മെൻറ്റിന് ശേഷം നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് പ്രൊസീജിയറാണ് ഇൻറ്റൻഷൻ ഓർ ഓറിയൻറ്റേഷൻ. ഇപ്പോൾ മിക്കവരും ഓർഗനൈസേഷനിലെ ഇൻറ്റൻഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ എന്ന് വെച്ചാൽ ന്യൂലി അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളൊരു പേഴ്സണിലെ സ്ട്രേഞ്ചർ ആയിരിക്കും എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ ബേസ് ചെയ്തിട്ട്. സോ അവർക്ക് ആ ഓർഗനൈസേഷനെ പറ്റിയിട്ടോ അതല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് എൻവിറോൺമെൻറ്റിനെ പറ്റിയിട്ടോ ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. സോ ഹി വിൽ ബി നെർവസ് ആൻഡ് ആൻഷ്യസ് ഇൻ ദ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ്. സോ ഈ ടൈമിൽ അവർക്ക് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ റൂൾസ്, റെഗുലേഷൻസ്, പ്രാക്ടീസസ് അതെല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രോപ്പർ ഓറിയൻറ്റേഷൻ കൊടുത്താൽ മാത്രമാണ് പുതിയൊരു എംപ്ലോയിക്ക് നല്ല രീതിയിൽ അത് സ്റ്റാർട്ട് ചെയ്യാനും ഓവറോൾ ജോബിന് ഓവറോൾ എഫക്റ്റീവ്നെസ്സിനൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എല്ലാവരുമായിട്ട് ഫെമിലിയറായി കൊടുക്കുക, അവരുടെ ന്യൂ സറൗണ്ടിങ്സ്, പിന്നെ അതേപോലെ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം ന്യൂ കമ്മറിനെ നമ്മൾ കൊണ്ടുവരുന്നത് എക്സിസ്റ്റിംഗ് എംപ്ലോയീസും ന്യൂ എംപ്ലോയീസും തമ്മിലൊരു നല്ലൊരു റിലേഷൻഷിപ്പ് കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് ഇൻറ്റൻഷനിലൂടെ പറയുന്നത്. Okay, so these are the steps comes under the selection process.